ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു തീയലാണ്. അപ്പോൾ ചക്കക്കുരും മുരിങ്ങയ്ക്കൊക്കെ ഇട്ടുള്ളൊരു തീയലാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു തീയലാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചക്കക്കുരു നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 മുരിങ്ങയ്ക്കായ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളിയില്ലേ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീൻചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് കളറൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിയെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ ഒരല്പം നീര് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടല്ല, കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നന്നായിട്ട് തിളച്ച് പുളിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചത് ആ പുളിയുടെ മണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ചുകൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് പരുവത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ഒരല്പം ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.